ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ടി വി എസ് ഓർബിറ്റർ. പുതിയെന്ന് പറയാൻ പറ്റില്ല, ഒരു 4 മാസമായിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. 4 മാസം മുമ്പ് മീഡിയ ഡ്രൈവ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ടി വി എസ് ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പം എനിക്കിത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. നമ്മുടെ ടി വി എസ് ഐക്യൂബിനേക്കാളും ഒക്കെ ഹയർ ലെവലിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഒരു സ്കൂട്ടറാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വന്നപ്പോഴാണ് നമ്മളെ ഞെട്ടിച്ചത്. 1,00,000 റുപ്പീസിൻ്റെ അടിയിൽ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടി വി എസ് ഐക്യൂബിനേക്കാളും താഴെ ഉള്ള രീതിയിലാണ് ഈ സ്കൂട്ടർ ടി വി എസ് പ്ലേസ് ചെയ്തേക്കുന്നത്. എന്താണേലും കാണാൻ അടിപൊളിയായിട്ടുള്ള സ്കൂട്ടറാണ്. ഫ്രണ്ടിൽ നിന്നാണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും ഇതിൻ്റെ ലുക്കും ഇതിൻ്റെ കളർ ഫങ്കി ഫീലൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എന്താണേലും ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂവിലേക്ക് നമുക്ക് നോക്കാം. വണ്ടിയുടെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനാണെങ്കിലും കളറാണെങ്കിലും ഇതിൻ്റെ ഓരോ പാർട്സിൻ്റെ ഷേപ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് ടി വി എസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെ പാനൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ക്വാളിറ്റി ടി വി എസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴൊരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് വരുന്നത്. ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ DRL കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് DRL ഈ DRL നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് വർക്കാവുന്നതാണ്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ഇതിനകത്ത് ഭയങ്കര നൈസായിട്ടാണ് വണ്ടിയിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലൊരു ടി വി എസിൻ്റെ ലോഗോ ഉണ്ട്, ബാക്കിലൊരു ടി വി എസിൻ്റെ ലോഗോ ഉണ്ട്. പെട്ടെന്ന് ടി വി എസിൻ്റെ ലോഗോ കാണില്ല, പെട്ടെന്ന് ഇത് ഏതിൻ്റെ വണ്ടിയാണെന്ന് വരെ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. അതുപോലെ തന്നെ ഈ ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനും നല്ല രസമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്. ആ വൈസറും നല്ലൊരു ഭംഗിയാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. നമുക്ക് സീറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീറ്റാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. സൈഡിൽ ഓർബിറ്ററിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ലുക്കാണ് ടി വി എസ് ഓർബിറ്ററിന് കൊടുത്തേക്കുന്നത്. ഇനി കൺസോളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ TFT കൺസോളൊന്നും അല്ല വന്നേക്കുന്നത്. നോർമൽ ഒരു LCD കൺസോളാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട്. ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, വാർണിംഗ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ടു MD എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. ടൈപ്പ് മിറേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്വിച്ചസ് കൊടുത്തേക്കുന്നത്. കിൽ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു P എന്ന് പറഞ്ഞൊരിത് കൊടുത്തിട്ടുണ്ട്. അത് പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഒരു പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കയറ്റുന്ന സമയത്ത് നമുക്ക് സ്ലോ ആയിട്ട് വണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് യൂസ് ചെയ്യാം. പിന്നെ താഴെ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. 2 മോഡ്സാണുള്ളത്. ഒന്ന് സിറ്റി മോഡും ഉണ്ട്, ഒന്ന് എക്കോ മോഡും ഉണ്ട്. ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് പാസ് അടിക്കാൻ വേണ്ടിയും ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയുള്ള സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പൊതുവെ ടി വി എസ് അങ്ങനെ ക്രൂയിസ് കൺട്രോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് കൊടുക്കാത്തതാണ്. ഐക്യൂബിന് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വണ്ടിക്ക് ടി വി എസ് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. ക്രൂയിസ് കൺട്രോൾ അപ്പ് ആൻഡ് ഡൗൺ, സ്പീഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം വണ്ടിയിലുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഹുക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ ടി വി എസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫൂട്ട് ഏരിയയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ സീറ്റുമാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലത്തെ ലൈറ്റ്സിലേക്ക് നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു മോഡേൺ ഡിസൈനാണ് ലൈറ്റ്സിനും ടി വി എസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ വണ്ടി കാണാൻ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് EV റൈറ്റ് നൗ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിസൈൻ വൈസ് ടി വി എസ് ഓർബിറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ് ഇത് വണ്ടിക്കുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരു ബാഗും ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആവുന്നതാണ്. ഫുൾ ഫേസ് ഹെൽമെറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആവുന്നില്ല. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ മോഡിലാണ്. നോക്കട്ടെ, കൈ ഒന്ന് കൊടുത്ത് നോക്കട്ടെ. എക്കോ മോഡിൽ അധികം പവറൊന്നും ഇല്ലാത്ത മോഡായിരിക്കുമല്ലോ എക്കോ മോഡ്. എന്നാലും എക്കോ മോഡിൽ എത്ര സ്പീഡ് വരെ പോകുമെന്ന് നോക്കാം. ഇതൊരു ചെറിയ ഇറക്കമാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ സ്പീഡ് ചിലപ്പോൾ കിട്ടിയേക്കാം. ഓക്കെ, 45-ലാണ് എക്കോ മോഡ് ലോക്ക് അയക്കുന്നത്. പക്ഷേ നമ്മൾ ത്രോട്ട് വിട്ട് കഴിഞ്ഞാൽ കയറി പോകുന്നുണ്ട്. ഇറക്കം ആയതുകൊണ്ടാണ്. ഈ കയറ്റം വരുമ്പോൾ നമുക്ക് നോക്കാം. 60 കാണിക്കുന്നുണ്ട് എക്കോ മോഡിൽ. പക്ഷേ ആക്ച്വലി ഒരു കണ്ടോ റെസ്പോൺസ് ഇല്ല. അതാ ഇറക്കത്തിൽ കയറി വന്നാണ്. എനിക്ക് വന്ന എക്കോ മോഡിലെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 km/h. പക്ഷേ 45 km/h അത്യാവശ്യം കയറ്റമൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അതപ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. നമ്മൾ കാക്കനാടുള്ളൊരു കയറ്റമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. എക്കോ മോഡിലായിരിക്കും ഈ വണ്ടിക്ക് മാക്സിമം മൈലേജ് കിട്ടുന്നത്. മൈലേജ് ഇൻ ദ സെൻസ് മാക്സിമം റേഞ്ച് കിട്ടുന്നത് 160+ കിലോമീറ്റേഴ്സൊക്കെയാണ് റേഞ്ച് ഇതിന് കമ്പനി പറയുന്നതെങ്കിലും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100, 110, 120 ഒക്കെ ഒന്ന് നോക്കി ഓടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന റേഞ്ചാണ്.
ഇപ്പോൾ വണ്ടി ഞാനൊന്ന് സിറ്റി മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. മോഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, മോഡ് മാറും. സിറ്റിയും എക്കോ 2 മോഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ എക്കോ ആവും, ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ സിറ്റി ആവും. അങ്ങനെ മാറി നമുക്ക് മോഡ് മാറ്റാൻ പറ്റുന്നതാണ്. ആ കൂടെ 2 മോഡ് മാത്രമേ ഉള്ളൂ. എക്കോയിൽ നിന്ന് നമ്മുടെ സിറ്റി മോഡിലേക്ക് വരുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ടോപ്പ് സ്പീഡ് കുറച്ചും കൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. മറ്റേതൊരു 35-45 ലോക്കാവുമ്പം ഇത് കയറി പോകുന്നുണ്ട്. ഹാൻഡ്ലിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ. സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് സ്റ്റിഫാണ്, എന്നാലും ഒരു രസമുണ്ട് ഓടിക്കാനായിട്ട്. സസ്പെൻഷൻ നല്ലൊരു റൈഡബിൾ ക്യാരക്ടറാണ് വണ്ടിക്കുള്ളത്. രസമുണ്ട് ഓടിക്കാനായിട്ട്. എന്നാലും നിങ്ങൾ ഒരു പീക്ക് പെർഫോമൻസ് ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറല്ല. കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയുള്ള സ്കൂട്ടറാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇങ്ങനെയുള്ള ചെറിയ വഴികളിലൂടെയൊക്കെ ഓടിക്കാൻ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു ഓവർടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഈസി അല്ല ഓവർടേക്കൊക്കെ ചെയ്യാൻ വേണ്ടി. നമ്മുടെ പേസിൽ ഇങ്ങനെ സമാധാനത്തിൽ ഓടിക്കണം, അത്രയേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും. ഓവർടേക്കിങ് ഈ 70-ലൊക്കെ ലോക്ക് ആയതുകൊണ്ട്, 70-68-ലൊക്കെ ലോക്ക് ആയതുകൊണ്ട് ഇച്ചിരി ഒരു ഡിലേ ഉണ്ട്, ഇച്ചിരി ഒരു ലാഗ് ഉണ്ട് ഓടിക്കാനായിട്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. ബ്രേക്സ് ഒക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല ഫീഡ്ബാക്കാണ് തരുന്നത്. ഈ വണ്ടിക്ക് ഇതിൻ്റെ പവറിന് പറ്റിയുള്ള ബ്രേക്സ് TVS ഇതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിനെ എന്ന് തോന്നുന്നു. ഈ പവർ ശരി അത്ര സഫീഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സഫീഷ്യൻ്റ് അല്ല. പക്ഷേ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, അധികം സ്പീഡിൽ പോകാത്ത ആൾക്കാർ, 70 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്താൽ മതി എന്നുള്ളവർക്കൊക്കെ ഇതൊക്കെയാണ്. ബ്രേക്കൊക്കെ കൊള്ളാം കേട്ടോ. ഭയങ്കര ഓടിക്കാനാണെങ്കിൽ ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട്. ഭയങ്കര അണ്ടർ പവേർഡായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആ പീക്ക് പെർഫോമൻസ് ഒന്നും ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് TVS iQube കിട്ടുന്ന പോലത്തെ പെർഫോമൻസ് ഇതിലില്ല. കൺസോളിലാണെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, സ്പീഡ് കാണിക്കുന്നുണ്ട്, നമ്മുടെ വണ്ടി എത്ര റേഞ്ച് തീരുന്നവരെ, എത്ര ഡിസ്റ്റൻസ് ടു MD എത്ര വരെ പോകുന്നത് കാണിക്കുന്നുണ്ട്, ചാർജ് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, ഇടയ്ക്ക് റീജൻ വർക്കാവുന്നത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. TFT ഡിസ്പ്ലേ ഒന്നും അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വേണ്ടത് കാണിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു സിംഗിൾ യൂസിന് അടിപൊളി വണ്ടിയായിരിക്കും. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുത്ത് കൊടുക്കുമ്പോൾ പേടി എന്ന് പറഞ്ഞാൽ കൈ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ച് പോവോ എന്നുള്ളൊരു സീനൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ സീനൊന്നുമില്ല. ഇത് ഏത് ബിഗിനേഴ്സിന് വേണമെങ്കിലും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു EV സ്കൂട്ടറായിട്ടാണ് ഓർബിറ്ററിനെ TVS ഇറക്കിയേക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഓടിക്കാം. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു EV സ്കൂട്ടർ തന്നെയാണിത്. ഡെയിലി ചെറിയ കമ്മ്യൂട്ടിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പേരൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് ചിലപ്പോൾ കയറ്റം കയറാനൊക്കെ കുറച്ച് പാടുണ്ടാവും. ഒറ്റയ്ക്കിരുന്ന് എത്ര വലിയ കയറ്റം വേണമെങ്കിലും ഈ വണ്ടി കയറിക്കോളും. 2 പേരിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇത്രമാത്രം പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കയറ്റം കയറാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. ഹാൻഡിങ് കൊള്ളാട്ടോ. നമുക്കിങ്ങനെ സിറ്റി ട്രാഫിക്കിൽ കുത്തിക്കയറ്റി കൊണ്ടുപോകാനൊക്കെ ഒരു രസമുണ്ട്. ബ്രേക്ക് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു ഡിസ്ക് ബ്രേക്ക് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയതിനേന്ന് തോന്നുന്നു. എന്താണെങ്കിലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്നു ഓർബിറ്ററിൻ്റെ കുറച്ചും കൂടെ പവറുള്ള വേർഷൻസൊക്കെ TVS ഇനി കൊണ്ടുവരുമായിരിക്കും. കാണാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ വണ്ടി. നല്ലൊരു അട്രാക്റ്റീവ് ലുക്കും അട്രാക്റ്റീവ് ഗ്രാഫിക്സും അട്രാക്റ്റീവ് കളറും ഒക്കെയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. യൂത്തിന് എന്താണേലും വണ്ടി കാണാൻ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് എന്താണേലും ഒരു EV സ്കൂട്ടർ വാങ്ങിക്കാൻ പ്ലാനുണ്ട്. വലിയ ബഡ്ജറ്റൊന്നുമില്ല, 1 lakhൻ്റെ ഉള്ളിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല വണ്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇലക്ട്രോണിക്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. കുറേ അനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ല, അനാവശ്യമായിട്ടുള്ള വലിയ TFT ഡിസ്പ്ലേ ഇല്ല, വേണ്ടാത്ത കുറേ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ടാണ് ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്ത് പോകാം. ക്രൂയിസ് കൺട്രോളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ത്രോട്ട് പിടിച്ചിട്ട് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ ഓണാവും. പിന്നെ നമ്മൾ ത്രോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ക്രൂയിസ് കൺട്രോൾ അപ്പ് ചെയ്യാനോ ഡൗൺ ചെയ്യാനോ ഉള്ള സംഭവമില്ല. നമുക്ക് ചില വണ്ടികളിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറയ്ക്കാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടില്ല.
ഇപ്പോൾ 48-ൽ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ അങ്ങ് പൊക്കോളും. കൊള്ളാം എന്താണേലും. അപ്പം എന്താണേലും നിങ്ങളൊരു EV സ്കൂട്ടർ വാങ്ങിക്കാൻ പോവാണ്, വലിയ ബഡ്ജറ്റൊന്നുമില്ല. ഈ വണ്ടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണേലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. TVS ഡീലർഷിപ്സിലൊക്കെ TVS ഓർബിറ്റർ അവൈലബിൾ ആണ്.